അഴിമതിയുടെ ആഴക്കടലിൽ മുങ്ങിത്താഴ്ന്ന CPM-നും പിണറായി വിജയന്റെ കുടുംബത്തിനുമൊടുവിൽ നിയമത്തിന്റെ പിടി മുറുകുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയ കനത്ത പ്രഹരത്തിന് പിന്നാലെ ഇതാ പിണറായിയുടെ മകൾ വീണ വിജയന്റെ അറസ്റ്റിലേക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയോഗ്യതയിലേക്കും നയിക്കാവുന്ന നിർണായകമായ കേസ് കോടതിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. CPM-ന്റെ ഈ വമ്പൻ തോൽവി ഒരു തുടക്കം മാത്രമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് പിണറായി വിജയൻ എന്ന ബിംബത്തിന്റെ തകർച്ചയാണ്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും യാതൊരു സേവനവും നൽകാതെ തന്നെ മാസപ്പടിയായിട്ട് കോടികൾ വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള ആരോപണം ഇപ്പോൾ കത്തുകയാണ്. ഇതിന് തെളിവായിട്ട് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ അവിശുദ്ധ ഇടപാടുകൾ ഒളിപ്പിച്ചു വെച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കള്ളം പറഞ്ഞു എന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് എതിരെ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ ഹർജിയിലൂടെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഒരു ജനപ്രതിനിധി തന്റെ സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ വരുമാനവും ആസ്തിയും കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കണം. എന്നാൽ വീണ വിജയന്റെ കമ്പനിക്ക് ലഭിച്ച അവിഹിത വരുമാനം റിയാസ് മറച്ചുവെച്ചു. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം തന്നെയാണ്. അതായത് ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ റിയാസിന്റെ ഇപ്പോഴുള്ള MLA സ്ഥാനം മാത്രമല്ല പലതും തെറിക്കും. അഴിമതിയും കള്ളത്തരവും കൈമുതലാക്കിയ ഒരു കുടുംബത്തിന്റെ തനി നിറമാണ് ഇവിടെ വെളിപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM നേതൃത്വം അങ്കലാപ്പിലാണ്. അധികാരത്തിന്റെ ഗർവിൽ അന്വേഷണ ഏജൻസികളെയും കോടതികളെയും വെല്ലുവിളിച്ച പിണറായിക്കും മകൾക്കും ഇനി രക്ഷയില്ല. എക്സാലോജി കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നതായിരുന്നു ഇതുവരെയുള്ള ആശ്വാസമെങ്കിൽ ഇനി കളി മാറും. കാരണം ഇപ്പോഴുള്ളത് UDF സർക്കാരാണ്. പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ അന്വേഷണം അതീവ വേഗതയിലായിരിക്കുകയാണ്. 15-ാം തീയതി കോടതി ഈ ഹർജിയിൽ വിധി പറയുമ്പോൾ അത് പിണറായിയുടെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ അന്ത്യത്തിന് തുടക്കമാകുമോ എന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. സ്വന്തം മകളെയും മരുമകനെയും സംരക്ഷിക്കാൻ പാർട്ടി സംവിധാനങ്ങളെയും ഖജനാവിലെ പണവും ഉപയോഗിക്കുന്ന പിണറായി വിജയന് ഈ ജനവിധി ഒരു താക്കീതാണ്. അഴിമതിക്ക് തണലൊരുക്കിയ പിണറായിക്ക് ഇനി എത്ര നാള് പിടിച്ചു നിൽക്കാനാകും എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. കള്ളപ്പണത്തിന്റെയും മാസപ്പടിയുടെയും കണക്കുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങളെ മണ്ടന്മാരാക്കിയ CPM-നെയും പിണറായിയെയും എന്തായാലും വരും കാലം കണക്ക് പറയിച്ചിരിക്കും.